ലക്ഷക്കണക്കിന് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ ഒരു ഇല ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വെട്ടി തിളപ്പിച്ച് 1 ഗ്ലാസ് വെള്ളമാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് എടുക്കുക. രാത്രി കിടക്കുന്നതിന്റെ 1 മണിക്കൂർ മുന്നേ വേണം ചെയ്യാൻ. എന്നിട്ട് നിങ്ങളുടെ തലയൊട്ടിയിലേക്ക് മുടിയിലേക്ക് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അത് പെട്ടെന്ന് നിങ്ങളുടെ മുടിയായിട്ട് ചേരും കേട്ടോ, ഉണങ്ങി നിൽക്കും. എന്നിട്ട് നിങ്ങൾക്ക് മുടി മെടഞ്ഞിടുക അല്ലെങ്കിൽ വാരി പിടിച്ച് കെട്ടുകയൊക്കെ ചെയ്യുക. ശരിക്കും 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റമായിരിക്കും. മുടി ഫാസ്റ്റിൽ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ കൂടെ ഇത് മാത്രം ചെയ്താൽ പോരാ, നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ഇപ്പോൾ എന്തെങ്കിലും താളി തേക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതേപോലെ ഓയിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാട്ടോ. അതിന്റെ കൂടെ ഇത് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റിൽ റിസൾട്ട് കിട്ടും. ഇതൊന്നുമല്ല, നമ്മുടെ റോസ്മേരിയാണ്. അപ്പം ഞാൻ ഈയിടെ കുറച്ച് മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയമാണ് റോസ്മേരി എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അതിൽ ഞാൻ ഉലുവ ചേർത്തിട്ടായിരുന്നു ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉലുവ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി എന്ന് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ റോസ്മേരി മാത്രം മതി കേട്ടോ. ഇത് നമുക്ക് ആയുർവേദ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി ആളുകൾ വന്ന് ചോദിച്ചതാണ് നമ്മളോട് ഇത് എവിടുന്നാ കിട്ടുകയെന്ന്. ആയുർവേദ കടകളിലൊക്കെ ഉണ്ടാവും. റോസ്മേരി പാക്കിന് 40 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നത് 1 സ്പൂണാണ് കേട്ടോ. ഇത് ഒരുപാട് വാരി ഇട്ട് കൊടുക്കുകയൊന്നും ചെയ്യരുത്. 1 സ്പൂണ് റോസ്മേരി എടുക്കുമ്പോൾ 1.5 ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ടത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വെട്ടിത്തിളപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ വെട്ടിത്തിളപ്പിച്ച് 1 ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുക്കണേ. അപ്പോൾ ദാ ഞാൻ ഇതുപോലത്തെ ഒരു ജ്യൂസിന്റെ ഗ്ലാസ് നിറയെ വെള്ളമാണ് എടുത്തത്. സാധാ പച്ചവെള്ളമാണ് കേട്ടോ. ഉലുവ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഉലുവ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു 3 ദിവസമൊക്കെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് കേട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഉപയോഗിക്കണ്ട കേട്ടോ, ഉലുവ ചേർക്കണ്ട. ഇത് മാത്രം ചേർത്താൽ മതി. അപ്പം ഞാനിതാ ഇതേപോലെ വെട്ടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളർ, യെല്ലോ ചെറിയൊരു ഗോൾഡൻ കളർ ആയിട്ട് ഇപ്പം ഇങ്ങനെ വരും. പക്ഷെ ഇത് ഇങ്ങനെ തിളച്ച് ഒന്ന് ചൂടൊക്കെ മാറി കുറച്ചിങ്ങനെ കഴിയുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറ് മാറിക്കൊണ്ടേയിരിക്കും. നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ അല്ലേ, ആ ഒരു കളറായി മാറും കേട്ടോ അത്. അപ്പം അതൊക്കെ ഒരുപാട് ആളുകൾ എന്താ എൻ്റെ അങ്ങനെ വന്നിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പം ദിവസം വെക്കും തോറും നമുക്ക് കളറിന് മാറ്റം വരും. അപ്പം ഇപ്പം നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു ഗോൾഡൻ കളർ തന്നെയാണ് നിൽക്കുക. ഏകദേശം ഒരു ചെറിയൊരു കളർ ഇച്ചിരി മാറുള്ളൂ, ഒരു ഓറഞ്ച് കളറൊക്കെ ആവും. പക്ഷെ ഇതിങ്ങനെ 2-3 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് കളറുണ്ട് മാറി ഇങ്ങനെ വരും കേട്ടോ. അപ്പം അത് ടെൻഷൻ ആവുമൊന്നും വേണ്ട. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഒരുപാട് ഉപയോഗിക്കരുത്, അത്രേ ഉള്ളൂ. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് എടുത്തിട്ട് നമ്മുടെ തലയൊട്ടിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യുക. എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്തിട്ടുണ്ട് മസാജ് ചെയ്ത് മുടി കുറച്ച് നേരം ഒന്ന് അയച്ചിടുക കേട്ടോ. അപ്പോൾ കിടന്ന് ഉറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ വേണം ചെയ്യാൻ. ഇപ്പോൾ ഒക്കെ നമുക്ക് ഉണങ്ങി കിട്ടാനും വലിയ പ്രയാസമില്ല, കാരണം ചൂടൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഫാസ്റ്റിൽ ഉണങ്ങും കേട്ടോ. ഇത് കുട്ടികൾക്കാണെങ്കിൽ ഉപയോഗിക്കാം. മുടിക്ക് യാതൊരു പ്രശ്നമില്ല. നമുക്ക് തലവേദനയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും നല്ലതാണ് കേട്ടോ. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ നമ്മുടെ റോസ്മേരിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുടീൻ്റെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും ഓവറായിട്ട് ഈരി പേനൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഇത് ഉപയോഗിക്കുന്നത് നല്ലൊരു റിസൾട്ട് ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കല്ലേ. അപ്പം ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കോട്ടൺ തുണി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് നനവിൽ എടുത്തിട്ട് തലയൊട്ടിയിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒപ്പി കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ചിരി എടുത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഇതേപോലെ ചെറിയ അളവിലെടുത്തിട്ട് കൈ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് നേരം ചെയ്യുമ്പോഴേക്ക് തന്നെ ആ വെള്ളം നമ്മുടെ തലയിൽ ഓവർ വെള്ളമായിട്ടൊന്നും നിൽക്കൂല. അപ്പം ഞാനിത് സ്പ്രേ ബോട്ടിൽ സ്പ്രേ ചെയ്യുന്ന കാണിക്കുക കണ്ടോ. ഇതേപോലെ നമ്മളിങ്ങനെ മുടി ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നനവായിട്ട് നിൽക്കില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. കുറച്ചാവുമ്പോഴേക്ക് തന്നെ ഒരു ഇച്ചിരി സമയമാകുമ്പോഴേക്ക് തന്നെ ഇങ്ങനെ ഉണങ്ങി വരും കേട്ടോ. അപ്പൊ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ഒരു സമയം നോക്കിയിട്ട്, ഒന്നെങ്കിൽ 9 മണിയാണെങ്കിൽ 9 മണി, 9:30 ആണെങ്കിൽ 9:30, അങ്ങനെ കറക്റ്റായിട്ടൊരു സമയം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കാരണം എനിക്ക് കിട്ടിയിട്ടുള്ളൊരു അനുഭവമാണ് കേട്ടോ. മുടി
നല്ലതുപോലെ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. നല്ല മുടിക്കൊരു പ്രത്യേക നീളം, അതേപോലെ പ്രത്യേക ഒരു വണ്ണമൊക്കെ തോന്നിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ കൂടെ തന്നെ ഞാൻ സാധാ ഉപയോഗിക്കുന്ന താളി കാച്ചി എണ്ണയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണെങ്കിലും ഞാൻ കറക്റ്റായിട്ട് ഒരു സമയം വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.